അങ്ങനെ തീ തിന്ന് ജീവിക്കുന്നവരുണ്ടാവും. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്നറിയോ? ദുസ്വഭാവമുള്ള പെണ്ണുങ്ങളെയും ഒരു പരിധി വരെയൊക്കെ ജീവിതാന്ത്യം വരെ സഹിച്ചു കൊണ്ടുപോകും. പക്ഷേ മക്കളില്ലാത്ത പെണ്ണിനെ പലരും സഹിക്കില്ല. സഹിക്കുന്നവരും ഉണ്ടാവും. അള്ളാഹു അവർക്ക് വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. ഒരു ചെറിയ സംഭവമല്ല ഞാൻ പറയുന്നത്. അവരെ ഒഴിവാക്കുക എന്നുള്ളതല്ല. മക്കളില്ലാത്തതിന്റെ പേരിൽ അവർ രണ്ടാം വിവാഹത്തിന് മുതിരും. മക്കളെ കിട്ടണമല്ലോ, അതിനുവേണ്ടി രണ്ടാം വിവാഹത്തിന് മുതിരും. ഇവരെയും നോക്കും അവരെയും നോക്കും, ആ രൂപത്തിൽ മുന്നോട്ട് പോകും. അത് കുറ്റപ്പെടുത്താനാവുന്നതും അല്ലല്ലോ. പക്ഷെ ഒരു പെണ്ണിന് അത് സഹിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ സാഹചര്യം ഒരു പെണ്ണും അത് സഹിക്കില്ല. എന്റെ ഒരു സുഹൃത്തുണ്ട്, 18 കൊല്ലമായിട്ട് അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. 18 കൊല്ലമായിട്ട് മക്കളെ കിട്ടിയിട്ടുള്ള വലിയ സമ്പന്നനാ. അദ്ദേഹം എന്നോട് അഭിപ്രായമൊക്കെ ചോദിച്ചു. എന്റെ ഭാര്യ വേറൊരു കല്യാണം കഴിക്കാൻ പറയുന്നുണ്ട്. മനസ്സറിഞ്ഞ് പറയാണ്, ഞാനും അവളും കൂടെ നാളെ പെണ്ണ് കാണാൻ പോവുകയാണ് ഒരുമിച്ച്. ആദ്യത്തെ പെണ്ണും ഇയാളും കൂടെയാണ് രണ്ടാം പെണ്ണ് കാണാൻ പോകുന്നത്. ഒരു പാവപ്പെട്ട യതീംകുട്ടിയെയാണ് കല്യാണം കഴിക്കുന്നത്. അഭിപ്രായം ചോദിച്ചു, നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്തു. കാരണം അവൾക്ക് താല്പര്യമാണെങ്കിൽ അതിലൊരു വിഷയമില്ലല്ലോ. അവളുടെ ഒരു പ്രയാസേ അതിലുള്ളൂ. അല്ലെങ്കിൽ അയാൾ കല്യാണം കഴിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ്, അതിന് പറ്റാവുന്ന ആളുമാണ്. ഇവള് പൂർണ്ണമായിട്ട് സമ്മതിച്ച് ഇവളും കൂടെ പോയിട്ട് സെലക്ട് ചെയ്യണം. അങ്ങനെ പെണ്ണ് രണ്ടാളും കൂടെ പോയി കണ്ടു, കല്യാണം കഴിഞ്ഞു. ആദ്യത്തെ മാസത്തിൽ തന്നെ രണ്ടാളും ഗർഭിണികളായി. ഒന്നാമത്തോളും ഗർഭിണിയായി, രണ്ടാമത്തോളും ഗർഭിണിയായി. ഇതുണ്ടായൊരു സംഭവം. അപ്പൊ ഇയാള് പറയാണ്, സതേ പെണ്ണുങ്ങളുടെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ ഇവൾക്ക് ചിന്തിക്കാം, നല്ല സാമ്പത്തിക ശേഷിയുള്ള എന്റെ ഭർത്താവിനെ കൊണ്ട് 18 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരു കുഞ്ഞിക്കാൽ എന്റെ ഭർത്താവിന് നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, കാണിച്ചു കൊടുക്കാൻ. പക്ഷെ അവിടെ ഒരു യതീമായ ഒരു കുട്ടിക്ക് ജീവിതം കൊടുക്കാൻ ഞാൻ എന്റെ ഭർത്താവിനെ നിർബന്ധിച്ച് അതിന് തയ്യാറായി. ഞാൻ മനസ്സ് കാണിച്ചപ്പോ എനിക്കും അള്ളാഹു ഒരു കുട്ടിനെ തന്നു. സന്തോഷത്തോടെ അങ്ങനെ കരുതാലോ. സാറാ ബീവിക്ക് തോന്നിയായിരുന്നു തോന്നാലോ. സാറാ ബീവി ഹാജറിനെ കൊടുത്തു കുട്ടികളില്ലാത്തപ്പോ ഇബ്രാഹിം നബി. ഹാജറിന് ഇസ്മായിൽ എന്ന കുട്ടി ഉണ്ടായി. അപ്പോൾ സാറാ ബീവിക്ക് ടെൻഷനായി. അത് സ്വാഭാവികമാണ്. രണ്ടാമത്തേൽ കുട്ടി ഉണ്ടാവുമ്പോ എനിക്കും കൂടി ഒരു കുട്ടി ഉണ്ടായ എനിക്കും കൂടെ കുട്ടികളുള്ള അമ്മനോട് വേറൊരു സ്നേഹം ഉണ്ടാവുമല്ലോ. അത് കിട്ടുമായിരുന്നു എന്ന് കരുതിയപ്പോ അള്ളാഹു ആ പ്രയാസം തീർക്കാൻ വേണ്ടി ആർക്കും കുട്ടിനെ കൊടുത്തു? സാറാ ബീവിക്കും കുട്ടിനെ കൊടുത്തു. അതാണ് ആര്? ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇസ്മായിൽ എന്ന